ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം അവിടെ പൂർവപക്ഷി രണ്ടാമതും പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് അയാൾക്ക് തന്നെ എന്ന് പറയപ്പെട്ടതിനാൽ രണ്ടും ഒരേ ആളെ സംബന്ധിച്ച് തന്നെയാണ്. തസ്യൈവ. അതുകൊണ്ട് ആദ്യം യോഗാരുരുക്ഷുവായിരുന്ന ആൾക്ക് തന്നെയാണ് രണ്ടാമത് പറയപ്പെട്ട സ്ഥിതി. അപ്പോൾ യോഗാരുരുക്ഷുവായിരുന്നപ്പോൾ കർമ്മം കാരണവും യോഗാരൂഢനായപ്പോൾ അതേ ആൾക്ക് തന്നെ ശമം കാരണവും. അതുവരെയാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് ജീവിക്കുന്ന കാലം വരെ കർത്തവ്യമുണ്ട് എന്ന നിയമം ഒരു കർമ്മത്തെ സംബന്ധിച്ചുമില്ല. അതഃ ന യാവജ്ജീവം കർത്തവ്യത്വപ്രാപ്തി കസ്യചിദപി കർമ്മണഃ. ഒരു കർമ്മത്തിനും തന്നെ ജീവിതകാലം വരെ, അതായത് മരണം വരെ, കർത്തവ്യമുണ്ട് എന്ന നിയമം ഇല്ല. ഇതാണ് സിദ്ധാന്തം. പൂർവമീമാംസകൻ ആണിവിടുത്തെ പൂർവപക്ഷി. അതൊരിക്കലും സന്യാസം എന്നതിനെ അനുവദിക്കുന്ന ആളല്ല. ഒരു കാരണവശാലും നിത്യകർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് പൂർവമീമാംസക വാദം. അതിനെയാണ് ഇവിടെ ഖണ്ഡിച്ചുകൊണ്ട് പറയണത്. അത് ശരിയല്ല. യാവജ്ജീവം കർത്തവ്യത്വപ്രാപ്തി ഒരു കർമ്മത്തിനും ഇല്ല. എന്നാൽ കർത്തവ്യത്വബോധമുള്ള കാലത്തോളം കർമ്മം ചെയ്യണം. അത് താനെ കൊഴിഞ്ഞു വീണാൽ പിന്നെ അവിടെ കർമ്മമില്ല, പിന്നെ ശമമാണ്. തുടർന്ന് ആണ് നമ്മൾ വായിക്കേണ്ടത്. യോഗവിഭ്രഷ്ടവചനാദിച്ച ഗൃഹസ്ഥസ്യ ചേത് കർമ്മിണഃ യോഗഃ വിഹിതഃ. ഷഷ്ഠേ അധ്യായേ സ യോഗവിഭ്രഷ്ടഃ അപി കർമ്മഗതിം കർമ്മഫലം പ്രാപ്നോതി ഇതി തസ്യ നാശാശങ്ക അനുപപന്നാ സ്യാത്. അവശ്യം ഹി കൃതം കർമ്മ കാമ്യം നിത്യം വാ മോക്ഷസ്യ നിത്യത്വാത് അനാരഭ്യത്വേ സ്വം ഫലം ആരഭതേവ. നിത്യസ്യ ച കർമ്മണഃ വേദപ്രമാണ അവബുദ്ധത്വാത് ഫലേന ഭവിതവ്യം ഇതി അവോചാമ. അന്യഥാ വേദസ്യ ആനർത്ഥക്യ പ്രസംഗാദിതി നച കർമ്മണി സതി ഉഭയവിഭ്രഷ്ടവചനം അർത്ഥവത് കർമ്മണഃ വിഭ്രംശ കാരണാനുപപത്തേഃ. എവിടെയാണ്? അല്ലല്ല. ന തസ്യൈവ ഇതി വചനാത് പുനഃ യോഗഗ്രഹണാത് ച യോഗാരൂഢസ്യ ഇതി ച ആസീത് പൂർവം യോഗം ആരുരുക്ഷുഃ തസ്യ ഏവ ആരൂഢസ്യ ശമ ഏവ കർത്തവ്യം കാരണം യോഗഫലം പ്രതി ഉച്യതേ ഇതി. അതഃ ന യാവജ്ജീവം കർത്തവ്യത്വപ്രാപ്തി കസ്യചിത് ഇതി കർമ്മണഃ. ഇതാണ് വായിച്ചത്. അത് വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ളതാണ് യോഗവിഭ്രഷ്ടവചനാത് ച. വായിക്കാം. യോഗവിഭ്രഷ്ടവചനാത് ച ഗൃഹസ്ഥസ്യ ചേത് കർമ്മിണഃ യോഗഃ വിഹിതഃ. ഷഷ്ഠേ അധ്യായേ സഹ യോഗവിഭ്രഷ്ടഃ അപി കർമ്മഗതിം കർമ്മഫലം
പ്രാപ്നോതി ഇതി തസ്യ നാശാശങ്ക അനുപപന്ന സ്യാത്. അവശ്യം ഹി കൃതം കർമ്മ കാമ്യം നിത്യം വാ മോക്ഷസ്യ നിത്യത്വാത് അനാരഭ്യത്വേ സ്വം ഫലം ആരഭതേ ഏവ. നിത്യസ്യ ച കർമ്മണഃ വേദപ്രമാണാവബുദ്ധത്വാത് ഫലേന ഭവിതവ്യം ഇതി അവോചാമ. അന്യഥാ വേദസ്യ ആനർത്ഥക്യ പ്രസംഗാത് ഇതി ന ച കർമ്മണി സതി ഉഭയവിഭ്രഷ്ടവചനം അർത്ഥവത് കർമ്മണഃ വിഭ്രംശകാരണാനുപപത്തേഃ. പറയാം. അപ്പം കഴിഞ്ഞ ഭാഗം ഓർമ്മ ഉണ്ടെങ്കിൽ ഇത് ബന്ധം കിട്ടുള്ളൂ. കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു യോഗത്തിലേക്ക് ആരോഹണം ചെയ്യാൻ ഇച്ഛിക്കുന്നവന് കർമ്മമാണ് കാരണം. എന്നാൽ യോഗാരൂഢനായി കഴിഞ്ഞാൽ അയാൾക്ക് ശമമാണ് സർവകർമ്മ ത്യാഗം, സർവകർമ്മ സന്യാസം. അതാണ് കാരണം എന്ന് പറഞ്ഞു. അപ്പം അവിടെ പൂർവപക്ഷി അതിനെ എതിർത്തു. അത് ശരിയല്ല, രണ്ടും ഒരാളെ സംബന്ധിച്ച് തന്നെയാണെന്ന് പറയാം എന്ന് പറഞ്ഞു. അതിനെ സിദ്ധാന്തി എതിർത്തു. അങ്ങനെയല്ല, ഒന്നിച്ചൊരാൾക്ക് യോഗവും ശമവും, കർമ്മവും ശമവും രണ്ടും ഒരാൾക്കല്ല, രണ്ടധികാരികൾക്കാണ് എന്നുള്ളത് സമർത്ഥിച്ചു. അതുകൊണ്ട് ആരെ സംബന്ധിച്ചാണോ ആദ്യഘട്ടത്തിൽ യോഗാരുരുക്ഷുവായിരുന്നപ്പോൾ കർമ്മം പറയപ്പെട്ടത്, അതേ ആൾക്ക് തന്നെ യോഗാരൂഢനാകുമ്പോൾ ശമമാണ്. അപ്പം യോഗാരൂഢൻ്റെയും യോഗാരുരുക്ഷുവിൻ്റെയും ചര്യ രണ്ടാണ്. ഒരാൾക്ക് കർമ്മമാണ്, മറ്റേയാൾക്ക് കർമ്മസന്യാസമാണ് അഥവാ ശമമാണ്. എന്നാണ് പറഞ്ഞത്. യോഗവിഭ്രഷ്ടവചനാദിച്ച, യോഗവിഭ്രഷ്ടവചനം കൊണ്ടും. ഇപ്പം യോഗവിഭ്രഷ്ടവചനം കൊണ്ടും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? യോഗവിഭ്രഷ്ടവചനം 6-ാം അധ്യായത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. ഇപ്പം എല്ലാവർക്കും മനസ്സിലാവില്ല ഇത്. കാരണം സംബന്ധഭാഷ്യം വായിക്കുമ്പോൾ ആ അധ്യായത്തെക്കുറിച്ചുള്ളൊരു ധാരണ വേണം. അങ്ങനെയാണ് ഭാഷ്യകാരൻ എഴുതുക. കാരണം ഇപ്പം നമ്മൾ എന്താ യോഗവിഭ്രഷ്ടവചനം നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. പഠിച്ചവരുണ്ടാവും, പക്ഷേ അധ്യായം പഠിച്ചു തുടങ്ങുമ്പോൾ അറിയില്ല. അപ്പം 6-ാം അധ്യായത്തിൽ യോഗവിഭ്രഷ്ടവചനം ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അതെപ്പോഴാന്ന് ചോദിച്ചാൽ, അർജുനൻ്റെ സംശയമാണ്, അല്ല ഭഗവാനെ, ഈ യോഗത്തിൽ നിന്ന് ഒരാൾ വിഭ്രംഷ്ടം വന്നു പോയാൽ, ഭ്രംശിക്കപ്പെട്ടാൽ അയാൾ എല്ലാ പ്രകാരത്തിലും നശിച്ചു പോകില്ലേ എന്നൊരു ചോദ്യം. കാരണം കർമ്മം ആദ്യം ഉപേക്ഷിച്ചു, ഇപ്പുറത്താഴ്ച എത്തിയതുമില്ല. അപ്പം അവിടുന്നും വിട്ടു ഇവിടുന്നും വിട്ടു എന്നും പറഞ്ഞിട്ട് ഛിന്നാഭ്രം പോലെ ആകാശത്ത് ചില മേഘപടലങ്ങൾ വന്ന് പതുക്കെ ഛിന്നഭിന്നമായി പോയി അങ്ങ് ഇല്ലാണ്ടാകുന്നത് പോലെ അയാളുടെ ജീവിതം നശിച്ചു പോകില്ലേ എന്നായിരുന്നു ചോദ്യം. അതിന് മറുപടി പറഞ്ഞു, ഒരിക്കലും ഇല്ല അർജുന, ഒരിക്കലും യോഗിക്ക് ഇവിടെയോ അവിടെയോ നാശമില്ല. അത് ചെയ്തിട്ടുള്ളതിൻ്റെ ഫലം അനുഭവിക്കത്തക്ക രീതിയിൽ അയാൾ വീണ്ടും ജനിച്ച് ആ ജന്മത്തിൽ അയാൾ മുൻ സാധനയുടെ തുടർച്ച പ്രാപ്തമാക്കും എന്ന്. ആ ഒരു പ്രകരണമാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ഇപ്പം യോഗവിഭ്രഷ്ട വചനം കൊണ്ടും ഗൃഹസ്ഥസ്യ ചേത് കർമ്മിണഃ യോഗഃ വിഹിതഃ. ഗൃഹസ്ഥനായിരുന്നു അവിടെ, ഗൃഹസ്ഥനായ കർമ്മിക്കാണ് യോഗം വിഹിതമെങ്കിൽ, ഇവിടെ പറയുന്ന യോഗം ഏതാ? 6-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ധ്യാനം. പ്രത്യേകം ശ്രദ്ധിക്കണം.
ഓരോ സന്ദർഭത്തിലും ഭഗവത്ഗീത പഠിക്കുമ്പോൾ യോഗ ശബ്ദത്തിന് അർത്ഥം വിഭിന്നമാണ്. ഓരോ സന്ദർഭത്തിലും ഇവിടെ യോഗശബ്ദത്തിന് അർത്ഥം എടുക്കേണ്ടത് 6-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അന്തരംഗമായ ധ്യാനയോഗമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അന്തരംഗമായ ധ്യാനയോഗം ഗൃഹസ്ഥന് വിഹിതമായിരുന്നുവെങ്കിൽ സഹ യോഗവിഭ്രഷ്ട അപി, അവൻ യോഗവിഭ്രഷ്ടനായാലും തന്നെ കർമ്മഗതിം കർമ്മഫലം പ്രാപ്നോതി, കർമ്മഗതിയെ പ്രാപിക്കുമല്ലോ. ഇത് തസ്യ നാശാശങ്ക അനുപപന്നാസ്യാത്. അങ്ങനെയാകുമ്പോൾ നാശാശങ്ക, നാശം സംഭവിക്കുമല്ലോ എന്ന ആശങ്ക അയോഗ്യമായി തീരും, യോജിക്കാത്തതായി തീരും. എന്ന് വെച്ചാൽ അർത്ഥം, ഇവിടെ പറഞ്ഞ സൂക്ഷ്മമായ അന്തരംഗ സാധനയായ ധ്യാനയോഗം, അതിലേക്ക് പ്രവേശം ലഭിക്കുന്നതിനായിക്കൊണ്ടാണ് കർമ്മം. ആ കർമ്മമാണ് ഗൃഹസ്ഥൻ്റെ അനുഷ്ഠാനം. ഒന്നിച്ചു പോകണേ, മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം. അതാണ് ഗൃഹസ്ഥൻ്റെ അനുഷ്ഠാനം. അത് കഴിഞ്ഞ് അന്തരംഗമായിരിക്കുന്ന ധ്യാനയോഗത്തിലേക്ക് അയാൾ അധികാരിയായി കഴിഞ്ഞാൽ, അതേ ആള്, വേറെ ആളല്ല, ഇന്നലെ വരെ അനുഷ്ഠേയമായിരുന്ന കർത്തവ്യങ്ങൾ, കർമ്മങ്ങൾ താനെ കൊഴിഞ്ഞു പോകുന്നു. അപ്പം അയാൾ എന്തായി? ഗൃഹസ്ഥ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചു, സന്യസിച്ചു. അയാളെ സംബന്ധിച്ചാണ് ചോദ്യം. അയാൾ വീണുപോയാൽ രണ്ടിൽ നിന്നും വിഭ്രഷ്ടനായി പോയില്ലേ? ആദ്യം പ്രവൃത്തി മാർഗത്തിൽ നിന്ന്, ഗാർഹസ്ഥ്യത്തിൽ നിന്ന് വിട്ടു, ഇപ്പുറത്ത് പിടിച്ചു നോക്കി, ഇവിടുന്നും വിട്ടു. അപ്പോൾ ഉഭയവിഭ്രഷ്ടനായി പോയില്ലേ എന്നാണ്. അപ്പം അത് അന്തരംഗ സാധനയിലേക്ക് എത്തിച്ചേർന്ന യോഗിയെ സംബന്ധിച്ചാണ് ചോദ്യം, അല്ലാതെ ഗൃഹസ്ഥനെ സംബന്ധിച്ചല്ല. ആയിരുന്നെങ്കിൽ ഈ ചോദ്യം തന്നെ യുക്തമല്ലായിരുന്നു. അങ്ങനെ ആയിരുന്നു അർജുനൻ ചോദിച്ചതെങ്കിൽ ഭഗവാൻ എന്താ മറുപടി പറയേണ്ടത്? എടോ, നീ എന്ത് വിഡ്ഢിത്താ ചോദിക്കണത്? അയാൾ ധാരാളം ധാർമ്മിക കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ ഫലം അയാൾക്ക് കിട്ടുമല്ലോ എന്നാ ചോദിക്കേണ്ടിയിരുന്നത്. അതല്ല ഭഗവാൻ ചോദിച്ചത്. അവശ്യം ഹി കൃതം കർമ്മ കാമ്യം നിത്യം വാ മോക്ഷസ്യ നിത്യത്വ അത് അനാരഭ്യത്വേ സ്വം ഫലം ആരഭതയേവ. അവശ്യം, നിശ്ചയമായിട്ടും കർമ്മം, അവശ്യം ഹി, അവിടെ ഹി എന്ന് പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മലയാളത്തിലാവുമ്പോൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നിശ്ചയമായിട്ടും എന്നൊക്കെ പറയും. അതാണ് ഹി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നിശ്ചയമായിട്ടും അവശ്യം തന്നെ ചെയ്ത കർമ്മം ഫലത്തെ ഉണ്ടാക്കും. ചെയ്ത കർമ്മം ഫലത്തെ ഉണ്ടാക്കും, ഒരു സംശയവുമില്ല. അതേത് കർമ്മം? കാമ്യം വാ നിത്യം വാ, കാമ്യമോ നിത്യമോ ആകട്ടെ. ശ്രദ്ധിക്കണേ. അപ്പോൾ വൈദിക കർമ്മങ്ങൾ എത്രയാ? 4. വൈദിക കർമ്മങ്ങൾ 4: നിത്യം, നൈമിത്തികം, കാമ്യം, പ്രായശ്ചിത്തം. 4 കർമ്മങ്ങളാണ്. വൈദിക കർമ്മങ്ങൾ 4ആണ്: നിത്യം, നൈമിത്തികം, കാമ്യം, പ്രായശ്ചിത്തം. നിത്യം എന്ന് പറഞ്ഞാൽ നിത്യവും ചെയ്യേണ്ടത്, ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്തത്, ഒരു കാരണവശാലും ഒഴിവാക്കാൻ വയ്യാത്തത് നിത്യം ചെയ്യേണ്ടതാണ് നിത്യകർമ്മങ്ങൾ. ഉദാഹരണം പഞ്ചമഹായജ്ഞങ്ങൾ നിത്യകർമ്മങ്ങളാണ്. പഞ്ചമഹായജ്ഞങ്ങൾ നിത്യകർമ്മങ്ങളാണ്. 2, നൈമിത്തികം. നൈമിത്തികം എന്ന് പറഞ്ഞാൽ നിമിത്തവശാൽ ചെയ്യേണ്ടത്, എന്നും ചെയ്യേണ്ടതല്ല, ദിവസവും ചെയ്യേണ്ടതല്ല, നിമിത്തം വരുമ്പോൾ ചെയ്യേണ്ടത്. ഇല്ലേ? എന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അച്ഛൻ്റെ ശരീരം കത്തിക്കണം എന്ന് പറഞ്ഞു, അച്ഛനെ കൊണ്ടുപോയി തീയിലിടണം. എപ്പോഴാണ്? മരിച്ചിട്ട് മതി. ജീവിച്ചിരിക്കുന്ന അച്ഛനെ പിടിച്ചുകൊണ്ടുപോയി തീയിലിടണം? വേണ്ട. അല്ലെ കുഞ്ഞിന് പേരിടണം എന്ന് പറഞ്ഞു, എന്നും പേരിടണം? വേണ്ട. കുഞ്ഞ്
ജനിച്ച ശേഷം ഒരു പ്രാണൻ ഉറക്കുക എന്നൊക്കെ പറയില്ലേ, ഇല്ലേ? അത് കഴിഞ്ഞിട്ട് പേരിട്ടാ പോരെ. ജനിച്ച അന്ന് തന്നെ പേരിടണ്ട, പിറ്റേന്ന് പേരിടണ്ട. ഇപ്പം പ്രാണൻ ഉറക്കുകയോ ഇല്ലയോ എന്നിപ്പോൾ നമുക്ക് ആർക്കും പറയാൻ വയ്യ. എന്നാലും സാമാന്യമായിട്ടൊരു മര്യാദ ഉണ്ട്. ഒരു 10 ദിവസം കഴിഞ്ഞാൽ പേരിടാം. 11ാമത്തെ ദിവസം പേരിടാം കുട്ടിക്ക്. 11 കഴിഞ്ഞ് ഒരു കൊല്ലത്തിനുള്ളിൽ എപ്പോൾ വേണിച്ചാൽ പേരിടാം. 10 ദിവസം കഴിഞ്ഞ് ഒരു കൊല്ലത്തിനുള്ളിൽ എപ്പോൾ വേണിച്ചാൽ പേരിടാം. അല്ലാണ്ട് എന്നും പേരിടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നൈമിത്തികങ്ങളാണ്, ചില നിമിത്തവശാൽ ചെയ്യേണ്ടത്. പിന്നെ കാമ്യകർമ്മങ്ങൾ, കാമന, ആഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഉള്ളിൽ ആ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, അത് പലതും ഉണ്ട്. എന്താ? സ്വർഗകാമോ യജേത, സ്വർഗം ആഗ്രഹിക്കുന്നവൻ യാഗം ചെയ്തോളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ടില്ല, കല്യാണം കഴിച്ചു, വിഹിതമായ രീതിയിൽ സന്താനോൽപാദനത്തിന് പരിശ്രമിച്ചു, സന്താനം ഉണ്ടായില്ല, അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ചികിത്സയാണ്. അപ്പോൾ വൈദ്യശാസ്ത്രം അനുസരിച്ച് ചികിത്സ ചെയ്തു, എന്നിട്ടും സന്താനം ഉണ്ടായില്ല. അപ്പോൾ 3ാമതായിട്ടാണ് എന്നാ പിന്നെ പുത്രകാമേഷ്ടി ചെയ്തോളൂ എന്ന് പറഞ്ഞു. പുത്രേഷ്ടി ചെയ്തോളൂ. അപ്പോൾ പുത്രീയമായിട്ടുള്ള യാഗങ്ങൾ ചെയ്യാൻ പുറപ്പെട്ടു. അശ്വമേധമല്ല, പുത്രകാമേഷ്ടിയായിട്ട്. ആയിക്കോട്ടെ. അപ്പം അങ്ങനെയുള്ള കാമ്യങ്ങൾ. അശ്വമേധം എന്ന് പറഞ്ഞെടുത്തൊരു വിശേഷമുണ്ട് കേട്ടോ, അത് വളരെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. തമാശയായിട്ട് പറഞ്ഞാൽ പോരാ. കാരണം ഇപ്പോൾ ദശരഥന് സന്താനങ്ങളില്ലാതിരുന്നപ്പോൾ വസിഷ്ഠൻ ദശരഥനോട് ഉപദേശിക്കുന്നത് അശ്വമേധം ചെയ്യാനാ, പുത്രകാമേഷ്ടി ചെയ്യാനല്ല. പലർക്കും അത് മൂലം എന്താ പറഞ്ഞതെന്ന് അറിയില്ല. കാരണം അധ്യാത്മരാമായണം മാത്രം വായിച്ചവർ വിചാരിക്കും വസിഷ്ഠൻ പുത്രകാമേഷ്ടി ചെയ്യാനാ പറഞ്ഞതെന്ന്. അല്ല, ഋഷ്യശൃംഖനെ വിളിച്ചു കൊണ്ടുവന്ന് അശ്വമേധം നടത്താനാ പറഞ്ഞത്. ഋഷ്യശൃംഖനാണ് പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം, അശ്വമേധത്തിൻ്റെ കൂടെ ഒരു പുത്രകാമേഷ്ടിയും കൂടി ആയിക്കളയാം. അതിരിക്കട്ടെ, അതുകൊണ്ടാണ് നന്നായി പറഞ്ഞത്. അപ്പം അതൊക്കെ കാമ്യങ്ങളാണ്. പിന്നെ ഉള്ളത് പ്രായശ്ചിത്തമാണ്, 4ാമത്തത്. എന്താ പ്രായശ്ചിത്തം? കർത്തവ്യം ചെയ്യാതിരുന്നാലോ അകർത്തവ്യം ചെയ്തു പോയാലോ അപരാധമുണ്ട്. ചെയ്യരുത് എന്ന് വിലക്കപ്പെട്ടത് ചെയ്തു, ചെയ്യണമെന്ന് വിധിക്കപ്പെട്ടത് ചെയ്തില്ല. രണ്ടിൻ്റെ ഫലമായിട്ടും അപരാധമുണ്ട്. അപരാധം എന്താവും? പാപമായിട്ട് മാറും. അപരാധത്തിൽ നിന്നാണ് പാപം ഉണ്ടാവുന്നത്. അപ്പോൾ പാപപരിഹാരാർത്ഥം ചെയ്യുന്നതാണ് പ്രായശ്ചിത്തം. ഇങ്ങനെ 4 കർമ്മങ്ങളാണ് വേദം വിധിക്കുന്നത്: നിത്യം, നൈമിത്തികം, കാമ്യം, പ്രായശ്ചിത്തം. ഇതിൽ പ്രായശ്ചിത്തത്തെക്കുറിച്ച് നമ്മൾ പൊതു ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് വിവിധ കർമ്മങ്ങളുടെ ഭാഗമായിട്ട് പ്രായശ്ചിത്തം ചെയ്യാറുണ്ട്. 2, തെറ്റ് ചെയ്തു പോയല്ലോ എന്ന കുറ്റബോധം നമ്മളെ അലട്ടുമ്പോൾ പ്രായശ്ചിത്തം ചെയ്യാറുണ്ട്. അതാണ് പ്രായശ്ചിത്ത സന്ദർഭം. അത് പൊതുവായിട്ട് ചർച്ച ചെയ്യേണ്ടതല്ല. പിന്നെ നിത്യം, നൈമിത്തികം, കാമ്യം. ഇതിൽ നൈമിത്തികം അതത് നിമിത്തം വരുമ്പോൾ ചെയ്യേണ്ടതാണ്. അതിനിപ്പോൾ കുഞ്ഞിന് പേരിട്ടു, എന്താ ഫലം? കുഞ്ഞിന് പേരായി. അല്ലാണ്ടെന്താ? വേറെ പുണ്യപാപമൊന്നും അതിനില്ല, ഉണ്ടോ? കുഞ്ഞിന് പേരിട്ട് വെച്ചിട്ട് പുണ്യപാപം വല്ലതും ഉണ്ടോ? രണ്ടും ഇല്ല. അതെ. അല്ലെങ്കിൽ കല്യാണം കഴിച്ചു, പുണ്യപാപം ഉണ്ടോ? രണ്ടുമില്ല. പുണ്യവും ഇല്ല, പാപവും ഇല്ല. ഷോഡശ സംസ്കാരങ്ങളായി പറയണത് അല്ലേ? അതെ. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോന്ന്. എന്താ ശ്രാദ്ധം ഷോഡശ സംസ്കാരത്തിൽപ്പെട്ടതല്ല. ശ്രാദ്ധം ഷോഡശ സംസ്കാരത്തിൽപ്പെട്ടതല്ല. അന്ത്യേഷ്ടിയാണ് ഷോഡശ സംസ്കാരത്തിൽപ്പെട്ടത്.
ശ്രാദ്ധം വരുന്നത് നിത്യകർമ്മങ്ങളുടെ ഭാഗമായിട്ട് പിതൃയജ്ഞത്തിലാണ്. മാറിപ്പോയരുത്. അന്ത്യേഷ്ടിയാണ് ഷോഡശ സംസ്കാരത്തിൽ വരുന്നത്. ശ്രാദ്ധത്തിന് ഫലം ഉണ്ടോ എന്നുള്ള ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും ശ്രാദ്ധം വരുന്നത് നിത്യത്തിലാണ്, അല്ലാണ്ട് നൈമിത്തികത്തിലല്ല. നൈമിത്തികം പറയുമ്പോൾ ശ്രാദ്ധം പറഞ്ഞേക്കരുത്. ഇതൊക്കെ ഗർഭാധാനം, പുംസവനം, സീമന്തോന്നയനം, ജാതകർമ്മം, നിഷ്ക്രമണം, നാമകരണം, പിന്നെ അന്നപ്രാശം, കേശസംസ്കാരം, പിന്നെ ഉപനയനം, വേദാരംഭം, സമാവർത്തനം, വിവാഹം, ഗൃഹസ്ഥാശ്രമ പ്രവേശ സംസ്കാരം, വാനപ്രസ്ഥാശ്രമ പ്രവേശ സംസ്കാരം, സന്യാസം, അന്ത്യേഷ്ടി. ഇതാണ് 16 സംസ്കാരങ്ങൾ. ഈ 16നും പുണ്യവും പാപമൊന്നുമില്ല. ഒരാൾ സന്യസിച്ചു, പുണ്യമുണ്ടോ? ഇല്ല. പാപമുണ്ടോ? ഇല്ല. രണ്ടുമില്ല. 16നും ഇല്ല. അപ്പം അതും വിടുക. പിന്നെ 2ആയി. ബാക്കി പിന്നെ അപ്പം 2 വിട്ടുവേ. ഇനി പിന്നെ 2 ഉണ്ട്. ഏതാണ്? നൈമിത്തികല്ലേ ഇപ്പം വിട്ടത്. പിന്നെ എവിടുന്നാണ് നൈമിത്തികം വരുന്നത്? നിത്യവും കാമ്യവും അതിന് നിർബന്ധമായിട്ട് ഫലം ഉണ്ടാവും. 2നും, നിത്യത്തിനും കാമ്യത്തിനും നിർബന്ധമായും ഫലം ഉണ്ടാവും. അപ്പം കാമ്യത്തിൻ്റെ ഫലം എന്താണ്? ചോദ്യം. കാമ്യത്തിൻ്റെ ഫലം 3 പ്രകാരത്തിലാണ്. കാമ്യം നമുക്ക് 3 പ്രകാരം ചെയ്യാം. 1, ശാസ്ത്രീയമായി സകാമമായി ചെയ്യാം. 2, ശാസ്ത്രീയമായി നിഷ്കാമമായി ചെയ്യാം. 3, അശാസ്ത്രീയമായി ചെയ്യാം. ഇനി വേറെ വല്ല ചെയ്യാൻ പറ്റുമോ? എന്താ അഭിപ്രായം? ഇല്ല. 3 പ്രകാരമാണ്. ഇതേ ആചാര്യന്മാർ പഠിപ്പിച്ചിട്ടുള്ളൂ. ബാക്കി ആർക്കെങ്കിലും വേറെ ജാതി ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും ഈ 3 പറഞ്ഞത്. അപ്പോൾ അതിൽ ശാസ്ത്രീയമായി സകാമമായി ചെയ്താൽ അതത് കാമപ്രാപ്തി. എന്താഗ്രഹിച്ച് ചെയ്തോ അത് കിട്ടും. അശാസ്ത്രീയമായി ചെയ്താൽ അധോഗതി, മനുഷ്യൻ അധപ്പതിച്ചു പോകും. മാനുഷിക തലത്തിൽ നിന്ന് അധപ്പതിച്ചു പോകും. ശാസ്ത്രീയമായി നിഷ്കാമമായി ചെയ്താൽ ചിത്തശുദ്ധി. ഇതാണ് കർമ്മത്തിൻ്റെ ഫലം നിരൂപണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏതിൻ്റെ? കാമ്യത്തിൻ്റെ. ഇനിയാണ് ഏറ്റവും പ്രധാന നിരൂപണം, നിത്യകർമ്മത്തിൻ്റെ ഫലം എന്താണ്. അപ്പം ഇത്രയും നേരം പൂർവമീമാംസകനും ഉത്തരമീമാംസകനും പരസ്പരം യോജിപ്പാണ്. ഇത്രയും നേരം. ഇനി ഇവിടുന്നാണ് പൂർവമീമാംസകൻ പിണങ്ങിപ്പോവുക. അങ്ങനെയല്ല, നിത്യം ഉപേക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇപ്പോഴത്തെ വിഷയം. ഇപ്പോഴത്തെ വിഷയം എന്താണ്? നിത്യത്തിൻ്റെ ഫലമാണ്. പൂർവമീമാംസകനെ സംബന്ധിച്ച് നിത്യകർമ്മത്തിന് ഫലമില്ല. നിത്യം ചെയ്തില്ലെങ്കിലോ പാപമുണ്ട്. ഇത് വേദാന്തിക്ക് സമ്മതമല്ല. വേദാന്തി ചോദിക്കുന്നത്, ചെയ്തില്ലെങ്കിൽ പാപമുണ്ടെന്നാണോ നീ പറയുന്നത്? അതെ. എങ്കിൽ ചെയ്താൽ പുണ്യം ഉണ്ടാവണം. ഇല്ലേ? അതന്നെയല്ലേ പറഞ്ഞത്. അവരുടെ അഭിപ്രായം എന്നുള്ളതല്ല. വേദാന്ത പക്ഷത്തിൽ നിത്യകർമ്മം ചെയ്തില്ലെങ്കിൽ പാപമുണ്ടെന്നാണ് നീ പറയുന്നതെങ്കിൽ ചെയ്താൽ പുണ്യമുണ്ടെന്ന് പറയണം. അഥവാ പുണ്യമില്ല എന്നാണ് നീ പറയുന്നതെങ്കിൽ ചെയ്തില്ലെങ്കിൽ ഒരു പാപവും ഇല്ല. അതിവിടെ ഒരു വൈദ്യരുണ്ടായിരുന്നു അത്രേ. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, കേട്ടതാണ്. ഇവിടുത്തെ ഒരാൾ പറയണതാ. ഇവിടെ നന്മണ്ടയായിരുന്നു അത്ര അദ്ദേഹം.
അപ്പം അദ്ദേഹത്തോട് രോഗി ചോദിച്ചു, അല്ല വൈദ്യരെ, ഈ മരുന്ന് കഴിച്ചാൽ വല്ല റിയാക്ഷൻ ഉണ്ടാവും? ആക്ഷനേ ഉണ്ടാവില്ലടോ, പിന്നെ ഇവിടുന്ന് റിയാക്ഷൻ ഉണ്ടാകാറ്. ഞാനെന്തിനാ പൈസ കൊടുത്ത് വാങ്ങണത്? അത് നീ പൈസ തന്ന് വാങ്ങിക്കോ മരുന്ന്, ഒരാക്ഷനും ഉണ്ടാവില്ല, പിന്നല്ലേ റിയാക്ഷൻ. അത് വളരെ ശരിയാ, ആക്ഷൻ ഉണ്ടെങ്കിലേ റിയാക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പം റിയാക്ഷൻ ഉണ്ട് വെച്ചാൽ ആക്ഷൻ ഉണ്ടാവണം, പാപമുണ്ടെങ്കിൽ പുണ്യം ഉണ്ടാവണം. ഇതാണ് പറയാനുള്ളത്. അതുകൊണ്ട് അവശ്യം കർമ്മത്തിന് ഫലം ഉണ്ട്. മോക്ഷം കർമ്മഫലമല്ല. മോക്ഷസ്യ നിത്യത്വാത് അനാരഭ്യത്വേ. മോക്ഷം നിത്യമായതുകൊണ്ട് ആരംഭിക്കത്തക്കതല്ല. ആരംഭിക്കത്തക്കതല്ല, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാക്കേണ്ടതല്ല മോക്ഷം. മോക്ഷം ഉണ്ടാവുന്നതല്ല. മോക്ഷം ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞാൽ ഉറപ്പാണ് മോക്ഷം ഇല്ലാണ്ടാവും. ഇല്ലേ? ഈ ശബരിമലയിലൊക്കെ പോകുന്നവർ വിളിക്കാറുണ്ട്, മുദ്രാവാക്യം വിളിക്കണ, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും, മോക്ഷം കിട്ടിയാ മോക്ഷം പോവും. ഉറപ്പല്ലേ? എടാ, കിട്ടുന്ന വസ്തു പോവില്ലേ? കിട്ടണ വസ്തു പോവോ ഇല്ലയോ? ചോദ്യം. പോവും. പോവാണ്ടെന്താ? കിട്ടിയതാണെങ്കിൽ പോവും, കിട്ടുന്നതാണെങ്കിൽ പോവും. അതുകൊണ്ട് മോക്ഷം കിട്ടേണ്ടതല്ല, മോക്ഷം സ്വരൂപമാണ്, മോക്ഷം സിദ്ധമാണ്, മോക്ഷം സാധ്യമല്ല. അപ്പൊ ചോദ്യം ചിലർക്ക് വരും, ഈ മോക്ഷം കിട്ടുക എന്നൊക്കെ ഉള്ള വാക്ക് തെറ്റാണോ സ്വാമി, നിങ്ങളതിനെ എതിർക്കുന്നോ? ഞാൻ എതിർത്തിട്ടില്ല, അത് വേറെ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് കൊണ്ടുവരണം. ഏതുപോലെ അവിടെ വേദാന്തത്തിൽ പ്രസിദ്ധമാണ് ഈ കണ്ഠജാമീകര ന്യായം. കണ്ഠജാമീകര ന്യായം വെച്ചതിനെ സമർത്ഥിക്കണം. എന്താ കണ്ഠജാമീകര ന്യായം? കഴുത്തിലുള്ള നെക്ലേസ്, മാല എന്ന് പറഞ്ഞാൽ പോരാ, മാല സാധാരണ ഹാരമാണ്, ശാമീകരം എന്ന് പറഞ്ഞാൽ മാലയല്ല, നെക്ലേസാണ്. അത് തന്നെ, കഴുത്തിനോട് ചേർന്ന് കിടക്കുന്ന സാധനം. അപ്പം ഇത് ഉപയോഗിക്കണവർ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ഉണ്ടാവും, ഉണ്ടാവും, ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നോളൂ. ശരി, ഏതായാലും ഉണ്ടെങ്കിൽ അവർ ദിവസവും തൊടൽ പതിവുണ്ടാവില്ല. ഉണ്ടാവുമോ? നെക്ലേസ് ദിവസത്ത് നിൽക്കും ആരെങ്കിലും? ഇല്ല. വല്ല കല്യാണ വീട്ടിലേക്കോ വല്ല മരണ വീട്ടിലേക്കോ ഒക്കെ പോകുന്നുണ്ടെങ്കിലാണ് ഇടുക. അതായത് 4 ആൾ ഉള്ളിടത്തേക്ക് പോകുമ്പോഴാണ് ഈ സാധനം ഇടുക. 4 ആൾ കൂടുന്നിടത്തേക്ക് പോകുമ്പോഴാണ് ഇടുക. അല്ല, അതെ. അപ്പം പോകാൻ പുറപ്പെട്ടു, സമയമായി, ഇത് കാണുന്നില്ല. വീട്ടിലാകെ ബഹളം, അവിടെ തെരഞ്ഞു ഇവിടെ തെരഞ്ഞു, ഞാൻ വെക്കുന്നിടത്ത് കാണുന്നില്ല. എന്താ വെച്ചാൽ നിങ്ങൾ തന്നെ എടുത്തിട്ടുണ്ടാവും, നിങ്ങളെടുത്ത് പണയം വെച്ചിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പാണ്. ലഹളയായി ബഹളായി, വീട്ടിൽ ആകെ അടിപിടീൻ്റെ വക്കിലെത്തി. അപ്പോഴാണ് വീട്ടിലെ കുട്ടി പറഞ്ഞത്, അമ്മേൻ്റെ കഴുത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ എന്തായി? ഓ, ഇവിടെ ഉണ്ടല്ലേ, കിട്ടി കിട്ടോ, നെക്ലേസ് കിട്ടി, വന്നോളൂ, വേഗം പോവാം, ശവം എടുക്കും, അതിന് മുമ്പ് എത്തണം അവിടെ. അതെ, ശവം എടുക്കുന്നതിന് മുമ്പ് എത്തണം. അപ്പം എന്താ പറയണത്? കിട്ടിയെന്നാ പറയണത്. കിട്ടിയോ? അവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ ആദ്യേ, ഇപ്പൊ കിട്ടിയതാ. അപ്പൊ അവിടെ തന്നെ ഉള്ളത് ഉണ്ടെന്ന് തിരിച്ചറിയപ്പെടാതിരുന്നു, ഇപ്പൊ തിരിച്ചറിഞ്ഞു, ഇപ്പൊ പറഞ്ഞു കിട്ടി എന്നുള്ളത് ഉപചാരമാണ്. ഇതുപോലെയാണ് മോക്ഷം കിട്ടുക എന്നുള്ള വാക്ക്. അല്ലാണ്ട് കിട്ടേണ്ട വസ്തു അല്ല മോക്ഷം. കിട്ടേണ്ടതാണെങ്കിൽ മോക്ഷം നഷ്ടപ്പെടും എന്നുറപ്പാണ്. അത് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ചെയ്തുണ്ടാക്കേണ്ടതല്ല. അതാണ് പറയുന്നത്, മോക്ഷസ്യ നിത്യത്വാത് അനാരഭ്യത്വേ സ്വംഫലം ആരഭതേവ. മോക്ഷം അനാരഭ്യമാണ്, ചെയ്യേണ്ടതല്ല. എന്തുകൊണ്ട്? നിത്യമായതുകൊണ്ട്. അപ്പം എന്ത് മനസ്സിലാക്കാം? നിത്യകർമ്മത്തിനും കാമ്യകർമ്മത്തിനും ഫലം നിശ്ചയമായും ഉണ്ട്. അപ്പോൾ ഗൃഹസ്ഥൻ ചെയ്യുന്ന നിത്യകർമ്മങ്ങൾക്ക് ഫലം സിദ്ധമാവുക തന്നെ ചെയ്യും. അപ്പോൾ യോഗഭ്രഷ്ടനായി പോകില്ലേ എന്ന ചോദ്യം നിത്യകർമ്മം ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അല്ല. ഇത്രയും വ്യക്തമായി? വ്യക്തമാവണേ?
നിത്യസ്യ ച കർമ്മണഃ വേദപ്രമാണാവബുദ്ധത്വാത് ഫലേന ഭവിതവ്യം ഇതി അവോശാമ. നിത്യകർമ്മങ്ങൾ വേദപ്രമാണത്താൽ പറയപ്പെട്ടതായതുകൊണ്ട്, ഒന്നുകൂടി പറയാം, നിത്യകർമ്മങ്ങൾ വേദപ്രമാണത്താൽ പറയപ്പെട്ടതായതുകൊണ്ട് നിശ്ചയമായും അതിന് ഫലം ഉണ്ടാവണം എന്ന് നാം പറഞ്ഞു. എപ്പോൾ പറഞ്ഞു? നേരത്തെ. ആ ചർച്ച ഈ അധ്യായത്തിലല്ല, നേരത്തെ 2-ാം അധ്യായത്തിലെ ചർച്ചയിൽ വന്നിട്ടുണ്ട്, 3-ാം അധ്യായത്തിലും വന്നിട്ടുണ്ട്. അവോചാമ അന്യഥ, അല്ലാത്ത പക്ഷം വേദസ്യ ആനർത്ഥക്യ പ്രസംഗാത്, ഇല്ലെങ്കിൽ വേദം അനർത്ഥകമായി പോകും. കാരണം വേദം നമ്മളോട് പറയുന്നു നീ നിത്യകർമ്മം ചെയ്യണം. നിത്യകർമ്മം ചെയ്തിട്ട് എന്താ ഫലം? ഒരു ഫലവും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ വേദത്തിനെ ആരെങ്കിലും അനുസരിക്കുകയോ? നീ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ഇതൊക്കെ ചെയ്തോളൂന്നോ? വളരെ കഷ്ടപ്പെട്ടിട്ട് വേണം ചെയ്യാൻ. ശരി, ഞാൻ ചെയ്യാം. ചെയ്താൽ എന്താ കിട്ടുക? ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരാ ചെയ്യുക? എന്നാലോചിച്ച് നോക്കൂ. ആരെങ്കിലും ചെയ്യുമോ? അപ്പൊ പിന്നെ ആ ഉപദേശം അനർത്ഥകയില്ലേ? അത് ശ്രദ്ധിക്കുക. വളരെ നീ എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ രഹസ്യമായിട്ടൊരു ഉപദേശം തരാം. വളരെ പണിയുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാത്തതുകൊണ്ട് നീ ഇത്ര നിഷ്ഠയൊക്കെ പാലിച്ചിട്ട്, ഇത്ര കാലം എന്നാൽ വ്രതമൊക്കെ പാലിച്ചിട്ട് വരണം, ഞാൻ നിനക്ക് ഉപദേശിക്കും. ശരി, അതൊക്കെ പാലിച്ച് വന്നു. സ്വാമി ഉപദേശിച്ചു. സ്വാമി ഇത് ചെയ്താൽ എന്താ കിട്ടുക? ഒന്നും കിട്ടൂല. പിന്നെ എന്തിനത് പോയത്? വെറുതെ നേരം പോക്കുന്നല്ലാണ്ട്. അതുകൊണ്ട് നിത്യകർമ്മത്തിന് ഫലമില്ല എന്ന് പറഞ്ഞാൽ വേദം അനർത്ഥകമായി തീരും. നച കർമ്മണി സതി ഉഭയവിഭ്രഷ്ടവചനം അർത്ഥവത് കർമ്മണഃ വിഭ്രംശകാരണാനുപപത്തേഹേ. അതുകൊണ്ട് കർമ്മമുള്ള സമയത്തോളം ഉഭയവിഭ്രഷ്ടവചനം യോജിക്കില്ല. അതുകൊണ്ട് കർമ്മമില്ലാത്ത ആളെ സംബന്ധിച്ചാണ് ഉഭയവിഭ്രഷ്ട ചോദ്യം ആര് ചോദിക്കണത്? അർജുനൻ ചോദിക്കണത്. കർമ്മകൃതം ഈശ്വരേ സന്യസ്യ ഇത്യതഃ കർത്തരി കർമ്മഫലം ന ആരഭത ഇതി ചേത് ന ഈശ്വരേ സന്യാസസ്യ അധികതര ഫലഹേതുത്വോപപത്തേഹേ. കർമ്മകൃതം ഈശ്വരേ സന്യസ്യ ഇത്യതഃ കർത്തരി കർമ്മ ഫലം ന ആരഭത്തെ ഇത് ചെയ്ത്. അപ്പോ ഈ വാദത്തിൽ പൊതുവെ ആദ്യം ന്യായമായ വാദം ഉന്നയിച്ചു, വളരെ അർത്ഥവത്തായ വാദം ഉന്നയിച്ചു, അതിന് മറുപടി പറയപ്പെട്ടു. രണ്ടാമതൊന്ന് ഉന്നയിച്ചു, അതിനും മറുപടി പറയപ്പെട്ടു. ശരിക്ക് പറഞ്ഞാൽ ഞാൻ പരാജയം അംഗീകരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞിട്ട് അംഗീകരിക്കുകയാണ് വേണ്ടത്. പക്ഷേ ചിലർക്ക് അത് തോന്നൂല. എന്തെങ്കിലും വീണ്ടും വീണ്ടും നോണ്ടിന്യായം പറഞ്ഞുകൊണ്ട് നിൽക്കും. അതുപോലത്തെ ഒരു ചോദ്യമായത്. അത് ഈ കർമ്മം ഉണ്ടല്ലോ, കർമ്മകൃതം ചെയ്യപ്പെട്ട കർമ്മം ഈശ്വരേ സന്യസ്യ, ഈശ്വരനിൽ സമർപ്പിച്ചിട്ടാണ് ചെയ്യണത്. ഈശ്വരനിൽ സമർപ്പിച്ചിട്ടാണ് കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ട് അതഃ കർത്തരി, കർത്താവിൽ കർമ്മം ഫലത്തെ ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞാലോ? ഈശ്വരനിൽ സമർപ്പിച്ചാണ് ചെയ്യുന്നത് എന്നതുകൊണ്ട് കർത്താവിൽ കർമ്മം ഫലത്തെ ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞാലോ എന്നൊരു ചോദ്യം. ഇത് ചോദ്യം മനസ്സിലായില്ല? കുറച്ച് ആലോചിച്ച് നോക്കൂ. ഒന്നുകൂടി പറയാം, അപ്പൊ ശരിക്കും മനസ്സിലാവും. കർമ്മം ചെയ്യപ്പെട്ട കർമ്മം ഈശ്വരനിൽ സമർപ്പിച്ചു, അതുകൊണ്ട് കർത്താവിൽ അത് ഫലത്തെ ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞൂടെ എന്നാണ് പൂർവപക്ഷിയുടെ ചോദ്യം. ഇവിടെ ശരിക്ക് വളരെ ശ്രദ്ധിച്ചു പറഞ്ഞാൽ ഈ തർക്കം തുടങ്ങിയതാര് തമ്മിലാ? പൂർവമീമാംസകനും വേദാന്തിയും തമ്മിലാ. ഇപ്പൊ വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ പൂർവമീമാംസകനല്ല ചോദ്യകർത്താവ്. കാരണം പൂർവമീമാംസകനെ സംബന്ധിച്ച് ഈശ്വരനില്ല.
അപ്പൊ ഈ ചോദ്യം ആരാ ചോദിക്കണത്? ഈ നാട്ടില് ഈ രണ്ടുപേര് തമ്മിൽ തല്ലുണ്ടാവിച്ചോളൂ. രണ്ടുപേര് തമ്മിൽ ലഹള ഉണ്ടായി, വലിയ ലഹളയാ, മൂത്ത ലഹള. അപ്പോൾ ഒരാൾ മെല്ലെ പോയി നോക്കി, കുറച്ചു നേരം കേട്ടപ്പോൾ ഇയാൾക്ക് ആവേശം മുറുകി ഇയാൾ ഒരുപാളുടെ പക്ഷം പിടിച്ചു. പക്ഷെ മറ്റൊരു തമ്മിൽ പ്രശ്നം തീർന്നു. ഇത് ഇപ്പൊ ആര് തമ്മിലായടി? യവനുമായിട്ടായി. ഇന്നാള് മറ്റേ ഇയാള് ജയിലിൽ കിടന്ന കഥ കേട്ടില്ലേ? രാഹുൽ ഈശ്വർ. ആരെ പറ്റിയിട്ട് പറഞ്ഞിട്ടാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. മറ്റേ കക്ഷി ജയിലിൽ പോയില്ല, അയാൾക്ക് വേണ്ടി പറഞ്ഞിട്ട് ഇയാള് ജയിലില്. നല്ല നേരം പോക്കാത്. അത് ശരിയല്ലേ? ഇത് ആലോചിച്ച് നോക്കൂ. അതുപോലെ പൂർവമീമാംസകനും വേദാന്തിയും തമ്മിൽ വാദം നടക്കുന്ന സമയത്ത് മെല്ലെ അടുത്തു പോയി നിന്ന ഒരു ഭക്തൻ മെല്ലെ ഇതിൽ കൂടി. ഭക്തൻ കൂടിയപ്പോൾ ഭക്തൻ ചോദിക്കുകയാണ്, എടാ ഈശ്വരനിൽ സന്യസിച്ച അധിക ഫലം അല്ലേ? സിദ്ധാന്തി പറയുന്നു, നാ ഈശ്വരേ സന്യാസസ്യ അധികതര ഫലഹേതുത്വോപപത്തേഹേ. നാ ഈശ്വരേ സന്യാസസ്യ അധികതര ഫലഹേതുത്വോപപത്തേഹേ. അത് തന്നെ, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ ഈശ്വരനിൽ സമർപ്പിച്ചാൽ ഫലം അധികം കിട്ടും. ഫലം ഇല്ലാണ്ടാവുകയല്ല, വലിയ ഫലം കിട്ടും. അത് സാമാന്യ നോക്കൂ. ഒരാൾക്കൊരു സേവ ചെയ്തു കൊടുത്തു, അയാൾക്ക് സേവ ഇഷ്ടപ്പെട്ടു, അയാളൊരു 10 ഉറുപ്പ്യ തന്നു, നമ്മൾ വാങ്ങി പോക്കറ്റിലിട്ടു. അതേ സേവ നമ്മൾ ഒരു രാജാവിന് ചെയ്തു കൊടുത്തു, രാജാവിന് സന്തോഷമായ ചിലപ്പോൾ 10 ഉറുപ്പ്യ അല്ല ഈ തരിക, ചിലപ്പോൾ 10 സ്വർണ്ണ നാണയം തരും. അപ്പം പിന്നെ ഈശ്വരന് സമർപ്പിച്ചാലോ അതിനേക്കാൾ കിട്ടും. അതുകൊണ്ട് ഈശ്വരന് സമർപ്പിച്ച കർമ്മത്തിന് അധികതരമായ ഫലമാണ് യോജിക്കുക, അല്ലാണ്ട് ഫലം ഇല്ല എന്നുള്ളതല്ല. അപ്പോഴോ കർത്താവിന് കൂടുതൽ ഫലം കിട്ടുകയില്ല. അപ്പോൾ സംശയക്കാരൻ മോക്ഷായ ഏവ ഇതി ചേത് സ്വകർമ്മണാം കൃതാനാം ഈശ്വരേ ന്യാസഃ മോക്ഷായ ഏവ ന ഫലാന്തരായ യോഗസഹിതഃ യോഗാത് ച വിഭ്രഷ്ടഃ ഇത്യതഃ തം പ്രതി നാശാശങ്കായുക്ത ഏവ ഇതി ചേത്. മോക്ഷായ ഏവ ഇതി ചേത് സ്വകർമ്മണാം കൃതാനാം ഈശ്വരേ ന്യാസഃ മോക്ഷായ ഏവ ന ഫലാന്തരായ യോഗസഹിതഃ യോഗാച്ച വിഭ്രഷ്ടഃ ഇത്യതഃ തം പ്രതി നാശാശങ്ക യുക്ത ഏവ ഇതി ചേത്. അവ പുതിയൊരു ചോദ്യമായിട്ട് വരികയാണ്. ശരി, ഈ സ്വന്തം കർമ്മങ്ങൾ ചെയ്ത സ്വന്തം കർമ്മങ്ങളുടെ ഫലം ഈശ്വരനിൽ നശിക്കുന്നത്, ഈശ്വരനിൽ സമർപ്പിക്കുന്നത് മോക്ഷത്തിനായിക്കൊണ്ട് തീരുന്നു എന്ന് പറയാലോ. ന ഫലാന്തരായ, മറ്റൊരു ഫലത്തിനായിക്കൊണ്ടല്ല, മറ്റൊരു ഫലത്തിനായിക്കൊണ്ടില്ല, പിന്നെയോ മോക്ഷത്തിനായിക്കൊണ്ട് തീരുന്നു എന്ന് പറഞ്ഞാലോ. അപ്പൊ യോഗസഹിതനായിട്ട് ജീവിക്കുന്നു, ഈശ്വരനായിക്കൊണ്ട് കർമ്മം ചെയ്യുന്നു, ആ കർമ്മം മോക്ഷത്തിനായിക്കൊണ്ട് തീരുന്നു. അങ്ങനെ പറഞ്ഞാൽ യോഗത്തിൽ നിന്ന് വിഭ്രഷ്ടനാവുക എന്ന ചോദ്യം യോജിക്കുമല്ലോ. അവന് നാശം വരുമോ എന്നുള്ള ചോദ്യം യോജിക്കുമല്ലോ. ഒന്നുകൂടി പറയാം, എല്ലാവർക്കും മനസ്സിലായിട്ടില്ല, ശ്രദ്ധിക്കുക. ഇവിടെ യോഗവിഭ്രഷ്ട വചനം എന്നുള്ളത് യോഗസഹിതനായി കർമ്മങ്ങളെ ചെയ്യുകയും അങ്ങനെ കർമ്മങ്ങളെ ഈശ്വരാർപ്പണ ഭാവത്തിൽ ചെയ്യുകയും ചെയ്ത ഒരാളെ സംബന്ധിച്ചാണ്. അയാൾ യോഗസഹിതനായതുകൊണ്ട് യോഗത്തിൽ നിന്ന് വീണുപോയപ്പോൾ അയാൾ യോഗവിഭ്രഷ്ടനായി പോകില്ലേ
എന്നുള്ള ചോദ്യം ചോദിക്കാമല്ലോ എന്ന്. അതെ, കർമ്മം ഈശ്വരാർപ്പണ ഭാവത്തിൽ ചെയ്തു. അതിന് മറുപടി പറയുകയാണ്, നാ ഏകാകീ യതചിത്താത്മാ നിരാശീര പരിഗ്രഹ ബ്രഹ്മചാരി വ്രതേ സ്ഥിതഃ ഇതി കർമ്മസന്യാസ വിധാനാത്. ന ഏകാകീ യതചിത്താത്മാ നിരാശീര പരിഗ്രഹ ബ്രഹ്മചാരി വ്രതേ സ്ഥിതഃ ഇതി കർമ്മസന്യാസ വിധാനാത്. ഒരിക്കലും നീ പറഞ്ഞത് ശരിയല്ല. കാരണം ഇവിടെ നമ്മൾ ആരെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്? ഇവിടെ ഈ വിഷയം നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. സംബന്ധ ഭാഷ്യത്തിൽ ആദ്യം വന്നത് കൊണ്ടാണ് ഒരു പ്രയാസം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗൃഹസ്ഥനെ കുറിച്ചല്ല, അന്തരംഗ സാധനയിലേക്ക് എത്തിയ യോഗിയെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച. ഗൃഹസ്ഥനെ സംബന്ധിച്ചുള്ള കർമ്മയോഗം നമ്മൾ 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും ഗൃഹസ്ഥനെ സംബന്ധിച്ചുള്ള കർമ്മയോഗം വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. ഈ 6-ാം അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അന്തരംഗ സാധനയിലേക്ക് എത്തിച്ചേർന്ന ധ്യാനയോഗിയെ സംബന്ധിച്ചാണ്. അത് മറക്കരുത്. അതുകൊണ്ട് അവിടെ ഏകാകി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഏകാകി എന്ന പദം ഒരിക്കലും ഗൃഹസ്ഥനെ സംബന്ധിച്ചുള്ളതല്ല. ഗൃഹസ്ഥൻ ആണായാലും പെണ്ണായാലും ഒരിക്കലും ഏകാക്കിയല്ല. ഒന്നുകിൽ പത്നിയോടൊത്തവനാണ്, അല്ലെങ്കിൽ പതിയോടൊത്തവളാണ്. അതുകൊണ്ട് ഏകാകി പ്രയോഗം സന്യാസിയെ സംബന്ധിക്കുന്നതാണ്. 2 യതചിത്താത്മാ, അതിന് വലിയ കുഴപ്പമില്ല, അത് ഗൃഹസ്ഥനും വേണ്ടത് തന്നെയാണ്. യതചിത്താത്മാ, അന്ധകരണത്തെ മനസ്സിനെ നിയന്ത്രിച്ചവൻ. നിരാശീഹി, ആശകൾ ഒഴിഞ്ഞവൻ, ആശിസ് ഒഴിഞ്ഞവൻ. അത് പൊതുവെ സന്യാസിയെ സംബന്ധിക്കുന്നതാണ്. ഗൃഹസ്ഥൻ നിരാശിയാവാൻ പാടില്ല എന്നാണ് പൊതുവെ പറയേണ്ടത്. അവൻ ആശകൾ വേണം, വേണ്ടേ? എന്താ അഭിപ്രായം? വേണം. അല്ലാണ്ട് സന്യാസിയെ പോലുള്ള ഗൃഹസ്ഥനാന്ന് പറഞ്ഞാൽ അവനൊന്നിനും കൊള്ളാത്തവനാന്ന അർത്ഥം. ഗൃഹസ്ഥനെ പോലുള്ള സന്യാസിയാന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവനാന്ന അർത്ഥം. സന്യാസി സന്യാസിയെ പോലെ ആവണം, ഗൃഹസ്ഥൻ ഗൃഹസ്ഥനെ പോലെ ആവണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിരാശ വന്നാൽ കുപ്പായം മാറ്റണം. എന്ത് സംശയം? എന്താ സംശയം? അല്ലെങ്കിൽ മഹാവിഡ്ഢിത്തരം നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. മഹാനായ അശോകൻ, അതുപോലത്തെ വിഡ്ഢിത്തായി പോവും. അശോകൻ എങ്ങനെയാ മഹാനാവുക? അശോകൻ ബുദ്ധനെ പോലെ രാജപദവി ഉപേക്ഷിച്ചിട്ടാണ് അഹിംസാവാദി ആയത് പറഞ്ഞാൽ ഞാൻ മൗനഹാൻ എന്ന് പറയും. രാജപദവിയിൽ ഇരിക്കുമ്പോൾ അഹിംസാവാദി ആവരുത്. ശത്രുവിനെ നിർദ്ദയം കൊല്ലാനുള്ള സാമർഥ്യം വേണം, ആയുധങ്ങൾ വേണം, യുദ്ധസാമർഥ്യം വേണം. എപ്പോഴാണ് തെറ്റാൻ തോന്നുന്നത് അപ്പോൾ രാജപദവി ഉപേക്ഷിക്കണം, സന്യസിക്കണം. രാജപദവിയിൽ കടിച്ചു തൂങ്ങുകയും വേണം. ആയുധം എടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തെ നശിപ്പിക്കുന്നതാണ്. എങ്ങനെയാണ് ചരിത്രത്തിൽ മഹാനായ അശോക ദി ഗ്രേറ്റ് എന്ന് എങ്ങനെയാ പറയണമെന്ന് എനിക്കറിയില്ല. വരട്ടെ, അത് വേറെ പ്രകരണത്തിൽ നമ്മൾ ചർച്ച ചെയ്യും. പാരമാർത്ഥിക സന്യാസത്തിലേക്ക് ഒരിക്കലും ഗൃഹസ്ഥൻ എത്തിപ്പെടാൻ പറ്റില്ല എന്ന് വരില്ലേ എന്നാണ് ചോദ്യം. അത് നമ്മൾ ചർച്ച ചെയ്യും. ഇവിടെ തന്നെ ഈ അധ്യായത്തിൽ തന്നെ ചർച്ച ചെയ്യും. ഈ അധ്യായത്തിൽ തന്നെ ചർച്ച വരുന്നുണ്ട്. പാരമാർത്ഥിക സന്യാസം എന്നുള്ളത് ആശ്രമാധീനമല്ല.
ഒരാൾ ബ്രഹ്മചാരിയാണെന്നതുകൊണ്ടോ ഗൃഹസ്ഥനാണെന്നതുകൊണ്ടോ വാനപ്രസ്ഥനാണെന്നതുകൊണ്ടോ സന്യാസിയാണെന്നതുകൊണ്ടോ പാരമാർത്ഥിക സന്യാസി ആണെന്നോ അല്ലെന്നോ അർത്ഥമില്ല. അത് പറ്റില്ല. ഒരാൾ സന്യസിച്ചു എന്നുള്ളത് കൊണ്ട്, കാഷായം എടുത്തു, പേര് മാറ്റി, മൊട്ട പഠിച്ചു എന്നുള്ളതുകൊണ്ട് അയാൾ പാരമാർത്ഥിക സന്യാസി ആണെന്ന് അർത്ഥമില്ല. ഒരാൾ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പാരമാർത്ഥിക സന്യാസി ആണെന്നോ അല്ലെന്നോ അർത്ഥമില്ല. രണ്ടുമില്ല. അപ്പൊ ഇവിടെ ഏകാക്കി യത ചിത്താത്മാ നിരാശിഹി. അടുത്തത് ഒട്ടും ഗൃഹസ്ഥന് യോജിക്കില്ല. അപരിഗ്രഹ. അപരിഗ്രഹ എന്നുള്ള വാക്ക് ഒരിക്കലും ഗൃഹസ്ഥന് യോജിക്കില്ല. കാരണം ഗൃഹസ്ഥനാണെന്ന് വെച്ചാൽ പരിഗ്രഹം വേണം. പരിഗ്രഹമൊക്കെ വിട്ടുപോയി പറഞ്ഞാൽ വേഗം സന്യസിച്ചോളണം. കർമ്മഫലം ഭഗവാനിൽ അർപ്പിച്ച് കർമ്മയോഗാനുഷ്ഠാനം ചെയ്യണം. അത് നല്ലതാണ്. അത് തീർച്ചയായിട്ടും ശ്രേഷ്ഠമാണ്. ബാക്കി ഭഗവാൻ നോക്കിക്കോളും. അത് വേറെ വിഷയം. ഇവിടെ അപരിഗ്രഹ എന്ന പദപ്രയോഗം പരിഗ്രഹരഹിതനായി കഴിയുന്നു എന്ന് പറയുമ്പോൾ ആ പ്രയോഗം സന്യാസിയെ സംബന്ധിക്കുന്നതാണ്. അതാണ്. മാത്രമല്ല ബ്രഹ്മചാരി വ്രതേ സ്ഥിത, ബ്രഹ്മചാരി വ്രതത്തിൽ നിലകൊള്ളുന്നവനാണെന്ന് പ്രയോഗിച്ചിരിക്കുന്നു. ഈ പ്രയോഗങ്ങളൊക്കെ തന്നെ അന്തരംഗ സാധനയിൽ എത്തിച്ചേർന്ന ധ്യാനയോഗിയെ സംബന്ധിച്ചുള്ളത് ആണ്, ഗൃഹസ്ഥനെ സംബന്ധിച്ചുള്ളത് അല്ല. അയാൾ ബാഹ്യമായിട്ട് ഗൃഹസ്ഥനായിക്കൂടെ? ബാഹ്യമായിട്ട് അയാൾക്ക് ഗൃഹസ്ഥനാവാം. അയാൾ ബാഹ്യമായിട്ട് വീട്ടിൽ താമസിക്കാം, ഒരു വിരോധമില്ല. അയാൾ പത്നിയുടെയോ പതിയുടെയോ സന്താനങ്ങളുടെയോ കൂടെ താമസിച്ചൂടാന്നില്ല. പക്ഷെ അയാൾ ഉള്ളുകൊണ്ട് അയാൾ ഗൃഹസ്ഥനായിരിക്കില്ല. മറ്റേയാള് സന്യാസി എന്നുള്ള നാമത്തിൽ, സന്യാസി എന്നുള്ള പേരിൽ സ്വാമി ചിദാനന്ദപുരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയായിരിക്കും. പക്ഷെ അയാൾ സന്യാസി ആയിരിക്കില്ല. ഇത് പുറമേ നിന്ന് നോക്കിയാൽ മനസ്സിലാവണ വിഷയമല്ല. ശ്രദ്ധിക്കുക. നച അത്ര ധ്യാനകാലേ സ്ത്രീ സഹായത്വാശങ്ക യേന ഏകാകിത്വം വിധീയതേ നച ഗൃഹസ്ഥസ്യ നിരാശീരപരിഗ്രഹഃ ഇത്യാദി വചനം അനുകൂലം ഉഭയവിഭ്രഷ്ട പ്രശ്നാനുപപത്തേഃ ച. നച അത്ര ധ്യാനകാലേ സ്ത്രീ സഹായത്വാശങ്ക യേന ഏകാകിത്വം വിധീയതേ നച ഗൃഹസ്ഥസ്യ നിരാശീരപരിഗ്രഹഃ ഇത്യാദി വചനം അനുകൂലം ഉഭയവിഭ്രഷ്ട പ്രശ്നാനുപപത്തേഃ ച. ഇവിടെ ധ്യാനകാലത്തിൽ സ്ത്രീ സഹായത്വാശങ്ക പോലുമില്ല. സ്ത്രീയുടെ സഹായം കൂടെ വേണം എന്ന ആശങ്ക പോലും ധ്യാനത്തിലില്ല. അഥവാ തിരിച്ചു പറഞ്ഞാൽ പുരുഷന്റെ സഹായം വേണമെന്ന ആശങ്ക പോലും ധ്യാനത്തിലില്ല. എന്ന് അത് രണ്ടും ഉണ്ട്. എവിടെ? കർമ്മത്തില് സ്ത്രീയും പുരുഷനും ചേർന്നിട്ടാണ് കർമ്മം. യാഗത്തിൽ സ്ത്രീ പുരുഷന്മാർ സമാസനത്തിൽ ഇരുന്നിട്ടാണ് യാഗം ചെയ്യേണ്ടത്. സമാസനത്തിലിരിക്കണം. സമാസനത്തിലിരുന്നാൽ മാത്രം പോരാ, ചില സന്ദർഭങ്ങളിൽ രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടണം. എന്നിട്ടാണ് യജമാനും യജമാന പത്നിയുമായിട്ടിരിക്കുന്നത്. അപ്പം അവിടെ സ്ത്രീ സഹായ അപേക്ഷയുണ്ട്. ആ ധ്യാനകാലത്തിൽ സ്ത്രീ സഹായത്വ അപേക്ഷ ഇല്ല. എന്നിരിക്കെ ഏകാകിത്വം അവിടെ വിധിക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? ഇവിടെ ഏകാകിത്വം പറഞ്ഞത് അതിസൂക്ഷ്മമായ അന്തരംഗ സാധനയിലേക്ക് എത്തിയ
ധ്യാനയോഗിയെ സംബന്ധിച്ചാണ്, ഇത് ഗൃഹസ്ഥധർമ്മത്തിനനുസരിച്ചല്ല. മാത്രമല്ല ഗൃഹസ്ഥന് നിരാശീഹി അപരിഗ്രഹ എന്നീ വാക്യങ്ങൾ ഒട്ടും അനുകൂലമല്ല. നിരാശീഹി അപരിഗ്രഹ എന്നീ വാക്യങ്ങൾ ഗൃഹസ്ഥനെ സംബന്ധിച്ചൊട്ട് അനുകൂലവുമല്ല. ഉഭയ വിഭ്രഷ്ട പ്രശ്ന അനുപപത്തേഹേച്ച, അതുകൊണ്ട് ഉഭയവിഭ്രഷ്ട പ്രശ്നവും ഗൃഹസ്ഥനെ സംബന്ധിച്ച് വരില്ല. അയാൾ രണ്ടിടത്തും വിഭ്രഷ്ടനാകുന്നില്ല. പ്രവൃത്തിയെ വിട്ടു നിവൃത്തിയിലേക്ക് എത്തിയിട്ടില്ല, അവിടെയേ ഈ ചോദ്യം വരുള്ളൂ. മറ്റേയാൾക്ക് പ്രവൃത്തിയുടെ കർമ്മത്തിനുള്ള ഫലം എന്തായാലും കിട്ടുമല്ലോ, പിന്നെ അതെങ്ങനെയാ ഉഭയവിഭ്രഷ്ടനാവുക? അതാണ് പറയുന്നത്. അനാശ്രിതഃ ഇതി അനേന കർമ്മിണഃ ഏവ സന്യാസിത്വം യോഗിത്വം ച ഉക്തം പ്രതിഷിദ്ധം ച നിരഗ്നേഃ അക്രിയസ്യ ച സന്യാസിത്വം യോഗിത്വം ച ഇതി ചേത്. അനാശ്രിതഃ ഇത്യനേന കർമ്മിണഃ ഏവ സന്യാസിത്വം യോഗിത്വം ച ഉക്തം പ്രതിഷിദ്ധം ച നിരഗ്നേഃ അക്രിയസ്യ ച സന്യാസിത്വം യോഗിത്വം ച ഇതി ചേത്. ഇവിടെ നമ്മെ സംബന്ധിച്ച് നമ്മൾ 6-ാം അധ്യായം പഠിച്ചിട്ടില്ല, തുടങ്ങിയിട്ടില്ല. തുടങ്ങുന്നതിന് മുമ്പുള്ള സംബന്ധ ഭാഷയാണ് പഠിക്കുന്നത്. പക്ഷെ ഭാഷ്യകാരനെ സംബന്ധിച്ച് ഇതൊക്കെ ഉള്ളിൽ അങ്ങനെ നിറഞ്ഞിരിക്കുക. ഈ പലപ്പോഴും ഭാഷ്യകാരൻ ഒന്നാന്തരം സാഹിത്യത്തിൽ അഗ്രിമനാണ്, കവിത്വത്തിൽ അഗ്രിമനാണ്. ദാർശനികമായിട്ട് പറയേണ്ടതില്ല, ഭാഷ്യകാരനെ പോലൊരു ദാർശനികൻ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഇതൊക്കെയാണെങ്കിലും കഥ പറയാൻ അത്ര പോരാന്നാ ചിലപ്പോൾ തോന്നുക. കാരണം എന്താന്ന് ചോദിച്ചാൽ അവസാനം പറയേണ്ട സംഗതി ചിലപ്പോൾ ആദ്യം അങ്ങ് പറഞ്ഞു കളയും. അപ്പൊ പിന്നെ കഥയിലൊരു സുഖമില്ലല്ലോ. പല സ്ഥലത്തും ഉണ്ട്, ഇവിടെ മാത്രമല്ല, പല സ്ഥലത്തും ഉണ്ട്. അവസാനം പറയേണ്ടത് തിരക്കിട്ട് തുടക്കത്തിൽ തന്നെയാണ് സൂചിപ്പിച്ചു കളയും. നോട്ടീസ് തന്നെ ക്ലൈമാക്സ് കൊടുക്കും. അങ്ങനെയൊരു കുഴപ്പമുണ്ട്. ഇത് ഭാഷ്യകാരനെ കുറ്റം പറഞ്ഞു എന്നാരും വിചാരിക്കരുതേ, പല സ്ഥലത്തും അത് കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയ സ സന്യാസീച്ച യോഗീച്ച ന നിരഗ്നിർന ജാക്രിയ എന്നും പറഞ്ഞിട്ടാ തുടങ്ങണത്. 6-ാം അധ്യായം ആരംഭിക്കുന്നത് അങ്ങനെയാ. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഇവിടെ ചോദിക്കുന്നത്. ഈ അനാശ്രിത എന്ന് തുടങ്ങുന്ന ഭാഗം കൊണ്ട് ഇത്യനേന കർമ്മിണഃ സന്യാസിത്വം യോഗിത്വം ച ഉക്തം, കർമ്മിക്ക് തന്നെയാണ് സന്യാസിത്വം പറഞ്ഞത്. ശ്രദ്ധിക്കണേ, കർമ്മിക്ക് തന്നെയാണ് സന്യാസം പറഞ്ഞത്, കർമ്മിക്ക് തന്നെയാണ് യോഗിത്വം പറഞ്ഞത്. നിരഗ്നേഃ അക്രിയസ്യ ച സന്യാസിത്വം യോഗിത്വം ച പ്രതിഷിദ്ധം. നിരഗ്നിയും അക്രിയനുമായ ആൾക്ക് സന്യാസിത്വവും യോഗിത്വവും നിഷേധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലോ? നോക്കൂ, ശരിക്ക് പറഞ്ഞാൽ കർമ്മത്തെ സന്യസിക്കുന്നവനാണ് സന്യാസി. അപ്പൊ സന്യാസിക്ക് അഗ്നിക്രിയയില്ല, സന്യാസി നിരഗ്നിയാണ്. വാസ്തവത്തിൽ ശരിയായ ശാസ്ത്രചിന്തയിൽ സന്യാസി നിരഗ്നിയാണ്. അത് വേറെ, അത് ഫലസന്യാസം. ആ ഫലസന്യാസം അല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് കർമ്മസന്യാസം. സന്യാസം കർമ്മഫലസന്യാസവും കർമ്മസന്യാസവും ഉണ്ട്. കർമ്മഫലസന്യാസം ചെയ്യുന്നത് യോഗിയാണ്, കർമ്മയോഗിയാണ്. കർമ്മസന്യാസം സന്യാസിയാണ്. അപ്പോ
വാസ്തവത്തിൽ സന്യാസി എന്ന് പറഞ്ഞാൽ നിരഗ്നിയാണ് ശരിക്ക്. അഗ്നി ഉപേക്ഷിച്ചവനാ. അവൻ അഗ്നിക്രിയ ചെയ്യുന്നില്ല, ഹോമം ചെയ്യുന്നില്ല, യാഗം ചെയ്യുന്നില്ല സന്യാസി. ഇതാണ് സത്യം. പക്ഷേ ഇവിടെ ഭഗവാൻ 5-ാം അധ്യായത്തിന്റെ തുടർച്ചയായിട്ടാണല്ലോ 6-ാം അധ്യായം. അവിടെ പറയാണ്, എടോ ഒരാൾ നിരഗ്നിയായി എന്നുള്ളത് കൊണ്ട് മാത്രം സന്യാസിയാവുന്നില്ല. ഒരാൾ നിരഗ്നിയായി എന്നുള്ളത് കൊണ്ട് മാത്രം സന്യാസിയാവുന്നില്ല. നേരെ മറിച്ച് ഒരാൾ ബാഹ്യമായി കർമ്മം ചെയ്യുന്നുണ്ട് എന്ന് വെച്ചോളൂ. കർമ്മഫലത്തെ ആശ്രയിക്കാതെ കർമ്മം ചെയ്യുന്നവൻ സന്യാസിയാണ് എന്ന് ഭഗവാൻ 6-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പറയുകയാണ്. എന്തുകൊണ്ട്? 5ന്റെ തുടർച്ചയായതുകൊണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞേ? 5 എന്താണ് അർജുനൻ ചോദിച്ചേ? അർജുനൻ ചോദിച്ചത്, ഭഗവാനെ കർമ്മസന്യാസവും കർമ്മയോഗവും അങ്ങ് ഉപദേശിക്കുന്നു, ഇതിൽ 2-ൽ ഏതാണ് എനിക്ക് ശ്രേയസ്കരം എന്നാണ് ചോദിച്ചത്. അപ്പോ ഭഗവാൻ പറഞ്ഞു, എടോ 2ഉം നല്ലതാ, പക്ഷെ നിനക്ക് നല്ലത് കർമ്മയോഗാണ്, കർമ്മസന്യാസം അല്ല. നീ സന്യാസത്തിന് അധികാരി അല്ല, ആയിട്ടില്ല. അപ്പോൾ നിനക്ക് നല്ലത് കർമ്മയോഗാണ് എന്ന് പറഞ്ഞിട്ട് അർജുനനെ കർമ്മത്തിലേക്കാണ് പ്രേരിപ്പിക്കുന്നത്. കാരണം അവന് സന്യാസം അവന് അധികാരമുള്ളതല്ല. ഇത് ഭഗവാൻ ഗീതോപദേശത്തിൽ സർവത്ര പാലിച്ചിട്ടുണ്ട്. ഭഗവാനെ എനിക്ക് ത്യാഗത്തിന്റെയും സന്യാസത്തിന്റെയും തത്വം അറിയണേ എന്ന് പ്രാർത്ഥിച്ചു 18-ാം അധ്യായത്തിൽ. വല്ലാത്തൊരു പണിയാ ഭഗവാൻ ചെയ്തത്. 1/2 ശ്ലോകത്തിൽ ഒതുക്കി കളഞ്ഞു സന്യാസം. ത്യാഗം അഞ്ചാ വിസ്തരിച്ചു പറഞ്ഞു. അതിന് കാരണം അർജുനന് സന്യാസത്തിന് അധികാരം ആയിട്ടില്ല. അധികാരം ഇല്ലാത്ത ആള് സന്യാസി വേഷം കെട്ടിയ അപകട. അതുകൊണ്ട് അർജുനന് എന്തിനാണോ അധികാരം അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പൊ പറയാണെടോ, ഒരാൾ നിരഗ്നിയായി എന്നുള്ളത് കൊണ്ടൊന്നും സന്യാസി ആവണില്ല. പകരം കർമ്മം ചെയ്താൽ തന്നെ, ഫലകാമന ഇല്ലാണ്ട് സന്യസിച്ചാൽ, കർമ്മം ചെയ്താൽ അത് തന്നെ സന്യാസാടോ എന്ന് പറയുകയാണ്. അതിനെയാണ് ഇവിടെ എടുത്തിട്ട് പറയണത്. വാച്യാർത്ഥത്തെ മാത്രം എടുത്തിട്ട് ഭാവാർത്ഥം ഉൾക്കൊള്ളാതെ പറയുകയാണത്. അതുകൊണ്ട് നിരഗ്നിയും അക്രിയനുമല്ല സന്യാസി. പിന്നെ കർമ്മത്തെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവൻ തന്നെയാണ് സന്യാസി എന്നല്ലേ ഭഗവാന്റെ അഭിപ്രായം. കർമ്മഫലത്തെ ആശ്രയിക്കാതെ കർമ്മം ചെയ്യുന്നവൻ തന്നെയാണ് സന്യാസി എന്നല്ലേ പറയേണ്ടത് എന്നാണ് ചോദ്യം. വ്യക്തമാണല്ലോ? ചോദ്യം വ്യക്തമല്ലേ? ആ മറുപടി, നാ ധ്യാനയോഗം പ്രതി ബഹിരംഗസ്യ സതഃ കർമ്മണഃ ഫലാകാംക്ഷാ സന്യാസസ്തുതി പരത്വാത്. നാ ധ്യാനയോഗം പ്രതി ബഹിരംഗസ്യ സതഃ കർമ്മണഃ ഫലാകാംക്ഷാ സന്യാസസ്തുതി പരത്വാത്. ഇവിടെ നമ്മളൊരു സന്ദർഭം, ശാസ്ത്രത്തിൽ ഒരു സന്ദർഭം പഠിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയണം. എന്നിട്ട് വേണം അർത്ഥം പറയാൻ. ഇപ്പൊ ഒരാള് ഒരു ശുദ്ധമായ പശുവിൻ നെയ്യ് പറഞ്ഞിട്ട് വിൽക്കാന്ന് വിചാരിച്ചു. ശുദ്ധമായ പശുവിൻ നെയ്യ് എന്ന് പറഞ്ഞിട്ട് വിൽക്കുകയാണ് ഒരാൾ. അയാൾ അതിന് പരസ്യം വിളിച്ച് പറയാണ്, ദാ വന്ന് വാങ്ങിക്കോളൂ, അമൃത് അമൃത്, അല്ലെങ്കിൽ ആയുസ് 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 വാങ്ങിക്കോളൂ, ആയുസ് വാങ്ങിക്കോളൂ എന്ന് പറയാണ്. വിചാരിച്ചോളൂ. അത് പറയുന്നതിന് ശാസ്ത്ര പ്രമാണമുണ്ട്. എന്താ ശാസ്ത്ര പ്രമാണം? ആയുർവൈ ഘൃതം, നെയ്യ് ആയുസ്സാണ് എന്ന് ശാസ്ത്ര പ്രമാണമുണ്ട്. മരുന്ന് ആയുസ്. അപ്പൊ ഇയാള് വിൽക്കുമ്പം പറയാ ആയുസ് 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 എന്ന് വേണ്ട വിൽക്കണം. സാധനം എന്താ? നെയ്യാണ്.
അപ്പൊ ഒരു കുപ്പി ആയുസ് വരൂ എന്ന് പറഞ്ഞാൽ ശരിയാവുക? അപ്പൊ ഒരു കുപ്പി ആയുസ് തരൂന്ന് അവിടെ പറഞ്ഞ അർത്ഥം എന്താ? ഒരു കുപ്പി നെയ്യ് തരൂന്നാണ് അർത്ഥം. അപ്പൊ എങ്ങനെയാ നെയ്യ് ആയുസാവണത്? മറുപടി, ശുദ്ധമായ നെയ്യ് ദിവസവും മാത്രയിൽ സേവിച്ചാൽ, തോന്നിയോണല്ല, മാത്രയിൽ സേവിച്ചാൽ രോഗരഹിതമായി നമുക്ക് ജീവിക്കാം. ഇതാണ് സിദ്ധാന്തം. അവിടെ നെയ്യിനെ പ്രശംസിക്കാൻ വേണ്ടി ഒരാൾ ആയുസാന്ന് പറഞ്ഞാൽ നെയ്യ് ആയുസാവുമോ? ഇല്ല. പ്രശംസാർത്ഥകമാണത്. ആ പ്രയോഗം പ്രശംസാർത്ഥകമാണ്. അതുപോലെ കർമ്മയോഗത്തെ പ്രശംസിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത് കർമ്മയോഗി സന്യാസിയാണ്ടോ എന്ന് പറഞ്ഞാൽ കർമ്മയോഗി സന്യാസിയാണെന്നാണോ അർത്ഥം? അല്ല, അത് സ്തുതിപരമാണ്. അത് സ്തുതിപരമാണ്. വ്യക്താണല്ലോ. അപ്പോ ധ്യാനയോഗം പ്രതി ബഹിരംഗസ്യ സതഃ കർമ്മണഃ, ഈ ബഹിരംഗമായ കർമ്മം ചെയ്താലേ നിനക്ക് ധ്യാനയോഗത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റൂ. അതുകൊണ്ട് ബഹിരംഗമായ കർമ്മത്തെ സന്യാസം എന്ന് സ്തുതിക്കുകയാണ്. ഇതിലൂടെ അങ്ങോട്ട് എത്താം. ഇത് തന്നെ ആയുസ്സിനെ ആയുസ് എന്ന് പറഞ്ഞ പോലെ ഇതിനെ നെയ്യിനെ ഇങ്ങനെ നമുക്ക് മരുന്നുകൾ തന്നെ ഉണ്ട് ആയുർവേദത്തിൽ. അമൃതം എന്ന് പേരുള്ളത് 3 അമൃതങ്ങളുണ്ട് ഇല്ലേ? എന്താ അത്? അമൃത അത് അല്ല. എന്നാ അമൃത അല്ലേ? ആണ്. കടുക്ക, നെല്ലിക്ക, ചിറ്റമൃത്, 3 അമൃതാണ്. അപ്പോൾ അമൃത എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? അത് ഭക്ഷ്യമരുന്നാണ്. അതുപോലെ സ്തുതിപരമാണത്. അത് മനസ്സിലാക്കാൻ നിനക്ക് കഴിയണം. അപ്പോൾ കർമ്മത്തിന്റെ ഫലത്തിലുള്ള ആകാംക്ഷയെ സന്യസിക്കുന്നതിനെ സ്തുതിക്കാൻ വേണ്ടി ഉപയോഗിച്ച പദമാണ് സന്യാസം. അല്ലാണ്ട് സന്യാസം എന്നല്ല. എന്നൊരു പറയാം, കർമ്മഫലത്തെ ഉപേക്ഷിക്കുന്നതിനെ, ഈശ്വരാർപ്പണമായി ചെയ്യുന്നതിനെ സ്തുതിക്കാൻ വേണ്ടി പറഞ്ഞു ഇത് സന്യാസമാണ്. അല്ലാണ്ട് പുറമെ ഒരാള് നിരഗ്നി ആയതുകൊണ്ട് സന്യസിച്ചു എന്നർത്ഥം ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ന കേവലം നിരഗ്നി അക്രിയഃ സന്യാസി യോഗീ ച കിന്തർഹി കർമ്മി അപി കർമ്മഫലാസംഗം സന്യസ്യ കർമ്മയോഗം അനുതിഷ്ഠൻ സത്വശുദ്ധ്യർത്ഥം സഹ സന്യാസി ച യോഗീ ച ഭവതി ഇതി സ്തൂയത്തെ. ന കേവലം നിരഗ്നി അക്രിയഃ ഏവ സന്യാസി യോഗീ ച കിന്തർഹി കർമ്മി അപി കർമ്മഫലാസംഗം സന്യസ്യ കർമ്മയോഗം അനുതിഷ്ഠൻ സത്വശുദ്ധ്യർത്ഥം സഹ സന്യാസി ച യോഗീ ച ഭവതി ഇതി സ്തൂയത്തെ. അതുകൊണ്ട് ബാഹ്യമായി ഒരാൾ നിരഗ്നിയാണെന്നോ അക്രിയനോ ആണെന്നതുകൊണ്ട് അയാൾ സന്യാസിയോ യോഗിയോ ആവില്ല. ഞാൻ പറയുകയാണ്, ഞാൻ വിരജാഹോമം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിരജാഹോമം ചെയ്ത് ഞാൻ കർമ്മങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുവരെ ഞാൻ യാഗം ചെയ്തിട്ടില്ല. അനന്തരം സന്യാസിയുടെ നാമം ധരിച്ചിട്ടുണ്ട്, സന്യാസിക്ക് വിഹിതമായ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. എൻ്റെ പേര് നിങ്ങൾക്കറിയില്ലേ, സ്വാമി ചിദാനന്ദപുരി എന്നാണ്. ഇത്രയും പറഞ്ഞത് കൊണ്ട് ഞാൻ സന്യാസിയാണെന്ന് അർത്ഥമുണ്ടോ? ഇല്ല. അത് പാരമാർത്ഥിക സന്യാസത്തിലേക്ക് ഉയരാനുള്ളൊരു സാധനാക്രമത്തിൽ ചരിച്ചു എന്നേ അർത്ഥമുള്ളൂ. അത് വിജയിച്ചു എന്നോ പരാജയപ്പെട്ടു എന്നോ അർത്ഥമില്ല. മറ്റത് ലോകവ്യവഹാരമാണ്. അത് ശ്രദ്ധിക്കുക.
അപ്പോ അതുകൊണ്ട് കേവലം നിരഗ്നി ആയതുകൊണ്ടോ അക്രിയനായതുകൊണ്ടോ സന്യാസിയോ യോഗിയോ ആവില്ല. പിന്നെയോ പരിപൂർണമായി കർമ്മഫലത്തിലുള്ള ആസക്തിയെ ഉപേക്ഷിച്ച് ആര് കർമ്മയോഗത്തെ അനുഷ്ഠിക്കുന്നുവോ അയാൾ സന്യാസിയുമാണ്, യോഗിയുമാണെന്ന് കർമ്മയോഗത്തെ സ്തുതിക്കുകയാണ്. എന്തിനാണ് കർമ്മയോഗത്തെ സ്തുതിക്കുന്നത്? അർജുനൻ കർമ്മയോഗത്തിനാണ് അധികാരി. അതുകൊണ്ടാണ് നച ഏകേന വാക്യേന കർമ്മഫലാസംഗ സന്യാസസ്തുതി ചതുർത്ഥാശ്രമ പ്രതിഷേധ ച ഉപപദ്യതേ. നച ഏകേന വാക്യേന കർമ്മഫലാസംഗ സന്യാസസ്തുതി ചതുർത്ഥാശ്രമ പ്രതിഷേധ ച ഉപപദ്യതേ. അപ്പൊ കർമ്മഫലാസംഗ സന്യാസത്തെ സ്തുതിക്കുക എന്നുള്ളതും സന്യാസം എന്നുള്ളത് പാടില്ല എന്നുള്ളതും ഒരു വാക്യം കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. നോക്കൂ, നിന്നെ കണ്ടാൽ എന്താ പറയേണ്ടത്, മഹാലക്ഷ്മിനെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചു. എപ്പോ ഒരു സുന്ദരിയായ ഒരാളെ കണ്ടപ്പോൾ പറഞ്ഞതാ, നിന്നെ കണ്ടാൽ മഹാലക്ഷ്മിനെ പോലെ ഉണ്ട്. എവൻ മഹാലക്ഷ്മിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എവൻ ഇവളെ കണ്ടിട്ടുണ്ടോ? ഇല്ലേ. എവളെ കണ്ടല്ലോ. എന്തൊരു കഷ്ടം. എവളെ കണ്ടു, എന്നിട്ട് കണ്ട ഇവളെ കൊണ്ട് ആരോടാ ഉപമിക്കണത്? കാണാത്തവളെ. അതാ നേരം പോക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ കണ്ടവളെയാണ് പറഞ്ഞത്, കാണാത്തവളോട് ഉപമിച്ചു. എന്നെ കണ്ട മഹാലക്ഷ്മിനെ പോലെ ഉണ്ട്. അല്ല, നീ മഹാലക്ഷ്മിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? ഞാൻ കണ്ടില്ല കേട്ടോ. പിന്നെ എന്തിനാ നീ വിഡ്ഢിത്തരം പറഞ്ഞത്? ഉണ്ടല്ലേ, ആരും ശ്രദ്ധിക്കാണ്ട് പോട്ടെ അല്ലേ. അപ്പൊ പറഞ്ഞതിന് താല്പര്യം, അവിടെ മഹാലക്ഷ്മി എന്നുള്ളത് അതീവ സുന്ദരിയും ഐശ്വര്യശാലിനിയുമാണെന്നുള്ള ധാരണ അവന്റെ ഉള്ളിലുണ്ടല്ലോ. അപ്പൊ അവന് മഹാലക്ഷ്മിയെ കണ്ടിട്ടില്ലെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിലും പോലും മഹാലക്ഷ്മിയുടെ ഐശ്വര്യത്വത്തെ അവൻ നിഷേധിക്കുകയോ ഇല്ല. ഇത്രയും മനസ്സിലായല്ലോ. എങ്കിൽ വിഷയത്തിലേക്ക് വരാം. കർമ്മഫല സന്യാസത്തെ സന്യാസം എന്ന് സ്തുതിക്കുകയാ. അവൻ സന്യാസത്തെ അറിയില്ല. അപ്പോ സന്യാസത്തെ നിഷേധിക്കുന്നവനാണോ അവൻ? അല്ല, ആദരിക്കുന്നവനാണോ? ആദരിക്കുന്നവനാണ്. മതി, ഇത്രയും മതി. ഇത് മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് ഹേ പൂർവ മീമാംസക, സന്യാസത്തെ നിഷേധിക്കുന്ന നിനക്ക് ഇതെടുത്ത് പറയാൻ പറ്റില്ല. ഇവിടെ പറഞ്ഞ ആള് സന്യാസത്തെ നിഷേധിക്കുന്ന ആളല്ല. മനസ്സിലായോ? ശരി. ഇനിയൊരു അല്പം കൂടിയുണ്ട്, നമുക്ക് അല്പം കഴിഞ്ഞിട്ട് വായിക്കാം. നമ്മൾ വളരെ പിന്നിലാണേ. ഇനിയാണ്ട് സ്പീഡ് കൂട്ടണം, എന്നാലേ മുന്നോട്ടാവുള്ളൂ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം